എല്ലാ പ്രേക്ഷകർക്കും മുസ്തഫ റിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞു വന്നതാണ്. ഇടയിൽ എവിടെയോ വെച്ച് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയി, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയിരുന്ന സ്ഥാനം നൽകാതെ പോയി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ദുഃഖമുണ്ടാക്കി, വിഷമമുണ്ടാക്കി. കാരണം നിങ്ങൾ ഇത്രയും ഏറെ സ്നേഹിച്ച ആ വ്യക്തി നിങ്ങളെ കണക്കാക്കാതെ, നിങ്ങളെ പരിഗണിക്കാതെ കടന്നുപോയപ്പോൾ നിങ്ങൾക്കതൊരു വലിയ വിഷമമായി മാറി. ഇത്രയും കാലം ഒരുപാട് സ്നേഹം നൽകിയ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ കടന്നുപോയി. അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കി. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയായിരുന്നു ആ വ്യക്തിയെ. നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് നൽകുകയും ആ വ്യക്തിയെ ഹൃദയ തുല്യം കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ആ വ്യക്തി നിങ്ങളതുപോലെ കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല. അങ്ങനെ നിങ്ങളെ പരിഗണിക്കാതെ കടന്നുപോയ ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തുകൊണ്ട് എൻ്റെ വ്യക്തി എന്നോട് അങ്ങനെ പെരുമാറി? ഞാൻ ആ വ്യക്തിയെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ള ചിന്ത നിങ്ങളോടുണ്ട്. നിങ്ങളെല്ലാ സൗകര്യവും ആ വ്യക്തിക്ക് നൽകി. ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ പിന്തുണ വലുതായിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ പിന്തുണ നൽകി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഒന്നും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മറച്ചു വെച്ചില്ല. എല്ലാ ഇഷ്ടങ്ങളും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകി, എല്ലാ സൗകര്യങ്ങളും നൽകി. പക്ഷേ ഇടയിൽ എപ്പോഴോ നിങ്ങളുടെ സ്നേഹം അത്ര പോരാ, അല്ലെങ്കിൽ ആ സ്നേഹം ആ വ്യക്തി പരിഗണിക്കാതെയായി. പതുക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതിനും നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല എന്ന് ആ വ്യക്തി പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെ ആ വ്യക്തി അത് കാണിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായി. അപ്പോൾ ചില ആളുകൾ ചില കുഴപ്പങ്ങൾ അതിനിടയിൽ ഉണ്ടാക്കി. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്നതിനായി, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ പിരിയുന്നതിനായി ഒരുപാട് പ്രശ്നങ്ങൾ അതിലവർ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അവരുണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ആവശ്യം ഈ പറഞ്ഞ വ്യക്തിക്കായിട്ടാണോ നിങ്ങളെ പിരിയുന്നതിന് എന്നൊന്നും അറിയില്ല. പക്ഷേ അവരത് നടപ്പിലാക്കി, അവരത് കൊണ്ടുവന്നു, അവരാ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. നിങ്ങളെ സംബന്ധിച്ച് ആ അവഗണനയും സഹിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷെ നിങ്ങൾ പതറിയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. നിങ്ങൾ പിടിച്ചു നിന്നു. സ്നേഹം സത്യമാണെങ്കിൽ ഇതിനൊരു തിരിച്ചറിവുണ്ടാകുമെന്നും ഇതിനൊരു മറുഭാഗം ഉണ്ടാവുമെന്നും ഈശ്വര വിശ്വാസിയായ, സത്യസന്ധത പുലർത്തുന്ന നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ വിശ്വാസത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ആ വ്യക്തിയുടെ അവസ്ഥ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ നൽകിയപ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് കടന്നുപോയ ആ വ്യക്തി ഇന്ന് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട്. ആ സ്നേഹം തിരസ്കരിച്ചതിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും ആ വ്യക്തി അനുഭവിക്കുന്നു. അത് ആ വ്യക്തിക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കി. ആ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ ദുഃഖകരമാണ്. ഹൃദയത്തിലെങ്കിലും, നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, പുറമേ ആ വ്യക്തി എന്ത് കാണിക്കുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടാകാം, ആശ്വാസം കാണിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും ആ വ്യക്തിക്ക് ചിരിക്കാനോ ആശ്വാസം കാണിക്കാനോ കഴിയാത്തത്ര ദുഃഖത്തിൽ ആ വ്യക്തി ആ ദുഃഖം മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ നഷ്ടം, ആ ദുഃഖം ആ വ്യക്തിയിലുണ്ട്. അടുത്തതായിട്ട് നിലവിലക്ക് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തിക്ക് നേർരേഖ കാണിച്ചു കൊടുത്ത, ആ വ്യക്തിക്ക് പ്രചോദനമായ, ആ വ്യക്തിക്ക് ജീവിതത്തിൽ മാർഗദർശനം നൽകിയൊരു വ്യക്തിയാണ് നിങ്ങൾ.
അത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടവരും നിങ്ങളെ രണ്ടുപേരും അറിയാവുന്നവരും എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞു, എനിക്ക് പ്രചോദനം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രചോദനം നിങ്ങളായിരുന്നുവെന്ന്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയെ നേർവഴിയിലാക്കാനും ആ വ്യക്തിക്ക് പിന്തുണ നൽകാനും ആ വ്യക്തിക്ക് സമാധാനം നൽകാനും ആരും ഉണ്ടാകുമായിരുന്നില്ല. അത് എല്ലാവർക്കും അറിയാം, ആ വ്യക്തിക്കും അറിയാം. പക്ഷേ ജീവിതത്തിൽ ഉന്നതികൾ, സമാധാനം, സംരക്ഷണം, കരുതൽ, അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ അനുഭവിച്ച് ഒരു സ്ഥായിയായ നിലയിലേക്ക് മാനസികമായും മറ്റും എല്ലാ തലത്തിലും എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ആ വ്യക്തിയുടെ നല്ല കാലത്ത് അല്ലെങ്കിൽ നല്ല ദിനങ്ങളായി തീർന്നപ്പോൾ ഒരുപാട് പേർ ചിറകടിച്ച് ആ വ്യക്തിയിലേക്ക് അടുത്ത് പറന്നെത്തി. അവരുടെ തിളക്കവും അവരുടെ ശോഭയും അവരുടെ സംസാരത്തിലെ വൈവിധ്യങ്ങളും അവരുടെ പദവികളിലെ ആ ആകർഷണവുമൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ചലനങ്ങളുണ്ടായേക്കാം. അപ്പോൾ ആ വ്യക്തി മറന്നുപോയി. ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു വഴിവിളക്കായി, ഒരു ശക്തിയായി ആ വ്യക്തിക്കൊപ്പം നിന്ന് നിങ്ങളെ ആ വ്യക്തി മറന്നുപോയി. നിങ്ങളെ മറന്നുപോയി ആ വ്യക്തി ചിന്തിച്ചത്, നിങ്ങളെ മറന്നുപോയപ്പോൾ ആ വ്യക്തി കരുതിയത് ഇത് ഈസിയായിട്ട് വളരെ എളുപ്പത്തിൽ മറക്കാം. സഹായങ്ങൾക്ക്, ഉപകാരങ്ങൾക്ക് വാക്കിന് പോലും ഒരു നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു തരാൻ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു സംസാരത്തിൽ അല്ലെ അഹംബുദ്ധിയിൽ നിങ്ങളെ ആ വ്യക്തി ഒഴിവാക്കി, കടന്നുപോയി. നിങ്ങൾ നൽകിയ അളക്കാൻ കഴിയാത്ത സ്നേഹവും നന്മയും സമാധാനവും ഒന്നും പറയാതെ, ഒന്നും പരിഗണിക്കാതെ അവർ കടന്നുപോയി. പക്ഷേ അവരറിഞ്ഞില്ല, ഇരുട്ട് ജീവിതത്തിൽ ഒരിടത്ത് മാത്രമല്ല. ഓരോ ദിനവും പകലും രാത്രിയും ഭൂമിയിൽ എല്ലായിടത്തും മാറി വരികയും അതിൻ്റെ സമയവും അളവും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇരുട്ടിന് മീതെ പകലും പകലിന് മീതെ ഇരുട്ടും ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഓരോന്നോരോന്നായി ഓരോ മനുഷ്യജന്മത്തെയും ബാധിക്കുമെന്നുള്ളത് അവർ മറന്നുപോയി. അങ്ങനെ അവർ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് കടന്നുപോയി. പക്ഷെ പിന്നീട് അവർ കണ്ണു തുറന്നപ്പോൾ നിങ്ങൾക്ക് പകരമായി അവർ സ്നേഹിച്ചവരുടെ ഭാഗത്തു നിന്ന് കട്ട പിടിച്ച ഇരുട്ടാണ് സ്വഭാവത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമൊക്കെ അവർക്ക് ലഭിച്ചത്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ കേഴ്ന്ന് അവർ നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ നന്മയെക്കുറിച്ച്. നിങ്ങളോട് കാണിച്ച നന്ദികേടിൻ്റെ ആ ഒരു വലിയ ശാപം പേറിക്കൊണ്ട് അവർ ദുഃഖിച്ച് ജീവിക്കുകയാണ്. വഴിവിളക്ക് പകർന്നു നൽകിയ നിങ്ങൾക്കൊരു നഷ്ടമുണ്ടായില്ല. കാരണം വിളക്കിലെ തീ കോടാനുകോടി പകർന്നു നൽകിയാലും അത് വീണ്ടും കോടാനുകോടികൾക്ക് പകർന്നു നൽകാൻ ശേഷിക്കും. പക്ഷേ കെട്ടുപോയ തീ ഒരിക്കലും വീണ്ടും പ്രകാശിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ നന്മ മനസ്സിലാക്കുന്നു. ജാള്യതയോടെ അവരുടെ അവസ്ഥ, ഇരുട്ട് മൂടിയ അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓർമ്മ പ്രകാശമാകുന്നു. കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തും, നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം. അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.